നമ്മള് സെർബിയയിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഞാൻ പോവാണ് ഗൈസ്, ഞാൻ പോവാണ്. എങ്ങോട്ടാണെന്നറിയാമോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകണ്ട കേട്ടോ. Resavska pećina and waterfall Veliki Huk. ഡ്രാഗൻ പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ. അല്ല, ഡ്രാഗൻ ആണെന്നറിയാവോ? നമ്മുടെ സെർബിയയിലെ മച്ചാനാണ് കേട്ടോ. ഡ്രൈവർ കം എല്ലാം. നമ്മൾ പാലിയേക്കര ടോളിലെത്തിയിരിക്കുകയാണ് ഗൈസ്. സെർബിയയിലെ പാലിയേക്കര ടോൾ. ഇതാണ് ഒരു ടിക്കറ്റ്, ഒരു ATM കാർഡ് പോലെ ഉണ്ട്. ഇനിയാണ് രസം കേട്ടോ. ടോളൊക്കെ കഴിച്ച് നമ്മളെത്തിയ റോഡ് കണ്ടോ. നമ്മുടെ നാട്ടിൽ എവിടേക്ക് എത്തി ഇതുപോലെയുള്ള ഓർമ്മകളായിരുന്നു. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. 600 ദിനാർ. പൈസയൊന്നും നോക്കില്ല കേട്ടോ. ഞാനും ഡ്രാഗനും 2 ടിക്കറ്റ് എടുത്തു. സെർബിയൻ ചേച്ചി പറഞ്ഞതൊന്നും മനസ്സിലായില്ല കേട്ടോ. ഡ്രാഗൻ തർജ്ജമ ചെയ്ത് തരാന്ന് പറഞ്ഞു. പക്ഷെ ഡ്രാഗൻ ആണെങ്കിൽ നടന്ന് ഈ ഗുഹയിൽ എവിടെ എത്തും എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊരു അത്ഭുതമായിരുന്നു. അത്ഭുതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലേക്ക് കാണൂലേ, അമ്മാതിരി ഒരു ഐറ്റം. എന്തായാലും സെർബിയ പോകുന്നവർ കാണേണ്ട സാധനമാണ് കേട്ടോ. ഒറ്റയ്ക്കൊക്കെയാണ് വരുന്നതെങ്കിലുണ്ടല്ലോ ഗൈസ്, കിളിയും കിളിക്കൂടും പോട്ടോ. ഇതിപ്പോ എങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും മനുഷ്യന്മാർ ഒരുപോലെ തന്നെ. കോറൽസ് ആണ് കേട്ടോ, നമ്മുടെ കടലിൽ കാണൂലേ. I don't know what to say. It's so beautiful. I think everybody Must to come. see this. Yes, Come must on. come to see this. This is wow. We was 80 meters under the land, you know. 5 ഡിഗ്രി 6 ഡിഗ്രി നമ്മൾ നേരെ പുറത്തിറങ്ങി 35 ഡിഗ്രിയിലേക്ക്. എൻ്റെ മോനെ, അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുറത്തിറങ്ങിയ ഒരു മുള്ളലും പാസ്സാക്കി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യട്ടോ. അപ്പം ടാറ്റ, ബൈ കറങ്ങാൻ.